TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും മൂന്നാമത്തെ മൊഡ്യൂളിലെ ലീഡ് ബാങ്ക് സ്കീം, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഡിസ്ട്രിക്റ്റ് ക്രെഡിറ്റ് പ്ലാൻ, കൺസെപ്റ്റ് ഓഫ് സർവീസ് ഏരിയ അപ്രോച്ച്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ സ്കീം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ലീഡ് ബാങ്ക് സ്കീം 1969 RBI സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് നമുക്കറിയാം. ഈ ഒരു സ്കീമിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പും നരിമാൻ കമ്മിറ്റിയുമാണ്. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ കൺട്രോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് എടുത്ത ഫസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. എൻഷുറിംഗ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ്, പ്രൊവൈഡിംഗ് ഗൈഡ്ലൈൻസ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടർ, അസസിംഗ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് റിക്വയർഡ് ഫോർ ദ എക്കണോമി. ഇതൊക്കെയായിരുന്നു നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഈ കാര്യങ്ങളൊക്കെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ 1968 DR ഗാഡ്ഗിലിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ അപ്പോയിൻ്റ് ചെയ്തു. അതാണ് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ്. ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് ഡീറ്റെയിലായി കാര്യങ്ങൾ പഠിക്കുകയും വില്ലേജ് തലത്തിലേക്ക് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നില്ലെന്നും അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എക്സ്പോർട്ട് തുടങ്ങിയ പ്രയോറിറ്റി സെക്ടറിന് ആവശ്യമായ ക്രെഡിറ്റ് ലഭ്യമാകുന്നില്ല എന്നും കണ്ടെത്തി. Therefore, the group recommended the adoption of an area approach for bridging the structural credit gaps. മാത്രമല്ല 1969 RBI FKF നരിമാൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു ബാങ്കേഴ്സ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. A committee of bankers on branch expansion program of public sector banks എന്നറിയപ്പെട്ട ഈ കമ്മിറ്റിയും ഏരിയ അപ്രോച്ചിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. The bankers committee headed by FKF Nariman concluded that districts would be the units for area approach and each district could be allotted to a particular bank which will perform the role of a lead bank. ഏരിയ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഡിസ്ട്രിക്റ്റും ഓരോ യൂണിറ്റുകളായി തിരിക്കുകയും ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു ലീഡ് ബാങ്കിനെ അലോട്ട് ചെയ്യുകയും വേണം. ആ ഡിസ്ട്രിക്റ്റിലെ മറ്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ലീഡ് ബാങ്ക് ആയിരിക്കും. അങ്ങനെ ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെയും FKF നരിമാൻ കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷനിൽ 1969 ഡിസംബറിൽ RBI ലീഡ് ബാങ്ക് സ്കീം സ്റ്റാർട്ട് ചെയ്തു. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ കീ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ലീഡ് ബാങ്ക് ആണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫോർ ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ദ ബേസിക് നീഡ്സ് ഓഫ് ദ പുവർ, spreads the availability of banking facilities, implement district plan, interlink the commercial bank and cooperative banks. ഇതൊക്കെയാണ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒന്നും കൂടി പറയാം. ഇറാഡിക്കേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഫോർ ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ, പ്രൊവിഷൻ ഫോർ ദ ബേസിക് നീഡ്സ് ഓഫ് ദ പുവർ, spreads the availability of banking facilities, implement district plan, interlink the commercial and cooperative banks. ലീഡ് ബാങ്ക് സ്കീമിൽ 2 ഫേസുകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സർവേ ഓഫ് ദ ലീഡ് ഡിസ്ട്രിക്റ്റ്, സർവേയിങ് ദ പൊട്ടൻഷ്യൽ ഏരിയാസ് ഫോർ ബാങ്കിങ് ഇൻ ദ ഡിസ്ട്രിക്റ്റ്. ഓരോ ജില്ലയിലെയും പൊട്ടൻഷ്യൽ ഏരിയാസ് സർവേ നടത്തുന്നു. ഫേസ് 2 പ്രിപ്പറേഷൻ ഓഫ് ക്രെഡിറ്റ് പ്ലാൻ. ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. ഗീവ് മാക്സിമം ക്രെഡിറ്റ് ടു വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി മെയിൻലി ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. വീക്കർ സെക്ഷൻസിന് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാക്സിമം ക്രെഡിറ്റ് കൊടുക്കുന്ന തരത്തിലാണ് ക്രെഡിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് ഡിസ്ട്രിക്റ്റ് ക്രെഡിറ്റ് പ്ലാൻ. ഇത് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നൊരു പ്ലാനാണ്. 1974 ഡിസ്ട്രിക്റ്റ് ക്രെഡിറ്റ് പ്ലാൻ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 1974.
District credit plan consists of technically and economically viable schemes which can be taken up for financing. It is a plan of bankable schemes in agriculture, industry and service sectors of the district. District credit plan monitor and evaluate the progress in achieving targets. അടുത്തത് സർവീസ് ഏരിയ അപ്രോച്ച് SAA. It is introduced by RBI for rural credit. It was launched by RBI in April 1989. 1989 ഏപ്രിലാണ് RBI സർവീസ് ഏരിയ അപ്രോച്ച് ലോഞ്ച് ചെയ്യുന്നത്. 1969 ലീഡ് ബാങ്ക് സ്കീം, 1989 സർവീസ് ഏരിയ അപ്രോച്ച്. ഈ ഒരു സ്കീമിൽ ഈച്ച് വില്ലേജ് ഇൻ ദ കൺട്രി ഈസ് അലോട്ടഡ് ടു എ സ്പെസിഫിക് ബാങ്ക് കോൾഡ് സർവീസ് ഏരിയ ബാങ്ക്. രാജ്യത്തെ ഓരോ വില്ലേജിലും ഓരോ സ്പെസിഫിക് ബാങ്കിനെ അലോട്ട് ചെയ്യുന്നു. ആ ബാങ്ക് സർവീസ് ഏരിയ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് സർവീസ് ഏരിയ അപ്രോച്ച്. ക്രെഡിറ്റ് പ്ലാൻ ഈസ് മോണിറ്റേർഡ് ബൈ ലീഡ് ബാങ്ക്. ആ ഡിസ്ട്രിക്റ്റിലെ ക്രെഡിറ്റ് പ്ലാൻ മോണിറ്ററിങ് ചെയ്യുന്നത് ലീഡ് ബാങ്ക് ആണ്. ലീഡ് ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ്. സർവീസ് ഏരിയ അപ്രോച്ച് വാസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് RRBs. റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുമാണ് ഈ സർവീസ് ഏരിയ അപ്രോച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എവരി ബ്രാഞ്ച് ആൻഡ് RRB അലോട്ടഡ് 15 to 25 വില്ലേജസ്. അതായത് സർവീസ് ഏരിയ അപ്രോച്ച് ബ്രാഞ്ചസ് കംപ്രൈസസ് 15 to 25 വില്ലേജസ്. 15 മുതൽ 25 വരെ വില്ലേജസ് ആണ് ഒരു സർവീസ് ഏരിയ എന്ന് പറയുന്നത്. സർവീസ് ഏരിയ അപ്രോച്ചിൽ വരുന്ന സ്റ്റേജസ് ഇതൊക്കെയാണ്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് സർവീസ് ഏരിയ ഫോർ ഈച്ച് ഓഫ് റൂറൽ ആൻഡ് സെമി അർബൻ ബ്രാഞ്ചസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, സർവേ ഓഫ് അസസിംഗ് ലെൻഡിംഗ് ആക്ടിവിറ്റീസ്, പ്രിപ്പറേഷൻ ഓഫ് ക്രെഡിറ്റ് പ്ലാൻ, coordination between credit institution and developmental agencies, achievement of continuous monitoring of progress in the implementation of plan. The service area of each branches comprises 15 to 25 villages. 1989 RBI ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് സർവീസ് ഏരിയ അപ്രോച്ച്. ഇത് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ്. അടുത്തത് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ DRI ലോൺ. ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ RBI. ഈ ഒരു സ്കീം ഫോർമുലേറ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്, എന്നാൽ നടപ്പിലാക്കുന്നത് RBI മുഖേനയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1972 മാർച്ചിലാണ്. RK ഹസാരി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു സ്കീം വന്നത്. 1970 RK ഹസാരി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം വന്നത്. It is providing financial assistance to weaker section at a concessional rate of interest. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4%. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വീക്കർ സെക്ഷൻസിന് കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീമിൻ്റെ ലക്ഷ്യം. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വീക്കർ സെക്ഷൻ അറ്റ് കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4%. ഈ ഒരു സ്കീമിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4% ഇൻട്രസ്റ്റിലാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വീക്കർ സെക്ഷനാണ് കൊടുക്കുന്നത്. കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 to 5 years ആണ് തിരിച്ചടവിൻ്റെ കാലാവധി. 3 മുതൽ 5 വർഷം വരെയാണ് ഈ എമൗണ്ട് തിരിച്ചടയ്ക്കാനുള്ള കാലാവധി. ലീഡ് ബാങ്ക് സ്കീം, ഡിസ്ട്രിക്റ്റ് ക്രെഡിറ്റ് പ്ലാൻ, സർവീസ് ഏരിയ അപ്രോച്ച്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ ടോപ്പിക്കുകളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.